ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്നു മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബബിതയും കാമുകൻ അമലും കൂടെ ആയിട്ടുള്ള ചില ചുറ്റിക്കളികളൊക്കെ നമ്മൾ ഹരിശങ്കർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അമൽ ബബിതയും കൂട്ടി പല പല സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ, ക്ലാസ്സും കട്ട് ചെയ്ത് അമലിൻ്റെ കൂടെ കറക്കമാണ് ബബിതയ്ക്ക് ഈ സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹരിശങ്കർ അവരെ പിറകെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആളൊഴിഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് അമൽ ബബിതയെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൊണ്ട് അകത്തേക്ക് കഥ അടക്കുകയാണ്. എന്നിട്ട് ജനലിൽ കൂടി ഹരിശങ്കർ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അവർ ഇറങ്ങി പോകുന്നതും വണ്ടിയിൽ കയറുന്നതും എല്ലാം മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഹരിശങ്കർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് ബബിത വീട്ടിൽ വരികയാണ്. ഈ വീഡിയോസൊക്കെ വെച്ച് ബബിത എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഹരിശങ്കർ ഉള്ളൂ. ഹരിശങ്കർ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. ഏത് പെണ്ണുങ്ങളെയും ട്രാപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ടൈപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഹരിശങ്കർ. അപ്പോൾ ബബിത എന്ന് പറയുന്ന സ്വന്തം അമ്മാവിയുടെ മകളാണ്, അതായത് മുറപ്പെണ്ണാണ്. അപ്പോൾ എങ്കിൽ അവളെപ്പോലും വെറുതെ വിടാത്തൊരു സ്വഭാവമാണ് ഹരിശങ്കർ ഉള്ളത്. അപ്പോൾ ഹരിശങ്കർ പലതും മനസ്സ് കണക്ക് കൂട്ടിക്കൊണ്ട് ബബിതയോട് സംസാരിക്കാനായിട്ട് ബബിതയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ബബിത മാത്രമേ റൂമിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രഞ്ജു കോളേജിലോട്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഹരിശങ്കർ കയറി വന്നിട്ട് കഥയൊക്കെ കുറ്റിയിടുകയാണ്. അപ്പോൾ ബബിത ചോദിക്കണം, എന്തിനാണ് കഥയൊക്കെ കുറ്റിയിടുന്നത്, ഹരിയന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക. എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയാണ്. എന്നോട് എന്ത് കാര്യങ്ങളെന്നുള്ള രീതി ചോദിക്കുക. നീ ഇന്ന് മൊത്തം എവിടെയായിരുന്നു ചോദിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് കോളേജിൽ പോയിരുന്നു എന്നൊക്കെ കള്ളം പറയുകയാണ് ബബിത. അങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ നിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. നീ അമലെന്ന് പറഞ്ഞ ചെറ്റിയുമായിട്ട് ചുറ്റി കറങ്ങുകയല്ലായിരുന്നു. എത്ര വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട്? അത് 3 വർഷമായെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അന്ന് മുതൽ നിന്നെ അവൻ മിസ്യൂസ് ചെയ്യുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ബബിത തട്ടി തപ്പാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായിട്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവ വീട്ടിനകത്ത് കയറിയതും അവിടെ നടക്കുന്ന ചില രംഗങ്ങളൊക്കെ, വൃത്തിയിട്ട രംഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബബിത വളരെയധികം പേടിക്കുകയാണ്. ഹരിയേട്ട പ്ലീസ് ഇത് ആരോടും പറയരുത്, ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കും, എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത്, എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഹരിശങ്കറിനോട് കെഞ്ചുകയാണ് ബബിത. തൽക്കാലം ഞാനിത് ആരോടും പറയില്ല എന്നൊക്കെ ഹരിശങ്കർ പറയുകയാണ്. എന്നിട്ടും ബബിത ഹരിയുടെ കാലിൽ വീണ് പറയുകയാണ്, ഹരിയേട്ട എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അമ്മാവിയുടെ മകളല്ലേ, എൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കരയുകയാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താണ് നേട്ടം? എനിക്കിത് വേണമെങ്കിൽ കൊച്ചിച്ചനെയും അച്ഛനെയും നിൻ്റെ സഹോദരൻ രോഹിത്തിനെയൊക്കെ കാണിക്കുക, അതോടുകൂടി നിൻ്റെ കഥ കഴിയും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത് കാണിക്കാതിരിക്കണമെങ്കിൽ നീ എനിക്ക് എന്ത് തരും എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്ത് തരാനാണ്? കുറച്ച് പണവും സ്വർണ്ണമൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്, അതൊക്കെ ഞാൻ തരാമെന്ന് കരഞ്ഞുകൊണ്ട് ബബിത പറയുകയാണ്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അത് മാത്രം പോരല്ലോ എന്നൊക്കെ പറയുകയാണ്. നീ ഒരു കാര്യം ചെയ്യുക, എല്ലാം നല്ലപോലെ ആലോചിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലോട്ട് വാ, അവിടെ വെച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാമെന്ന് ഹരിശങ്കർ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീന ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ അതുവരെ സുലോചനയാണ് കൂട്ടിയിരുന്നത്. അപ്പോൾ സുലോചനയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന വരികയാണ്. അപ്പോൾ നേഴ്സ് പറയുകയാണ്, മാഡത്തിന് ഇന്ന് കൂട്ടിയിരിക്കാനായിട്ട് അലീനയാണ് വന്നിരിക്കുന്നത്, മറ്റേ ആൾ പോയെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് പോവുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട, എന്നും സുലോചന ആൻറ്റിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ കൈതയ്ക്കൽ നിന്ന് ആരും വരുന്നില്ലല്ലോ, ബബിതയ്ക്ക് വരാം, കമല ആൻറ്റിക്ക് വരാം, രഞ്ജുവിന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ അവരൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിൻ്റെ സേവനം എനിക്ക് ആവശ്യമില്ലടി എന്നൊക്കെ ദേഷ്യത്തിൽ പറയുകയാണ് വൈജയന്തി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ആരെങ്കിലും കൂട്ടിരുന്നല്ലേ പറ്റൂ എന്നൊക്കെ അലീന പറയുകയാണ്. എന്തിനാണ് അമ്മ എന്നോട് ഈ ദേഷ്യം കാണിക്കുക? എന്നും ഞാനേ അമ്മയ്ക്ക് കാണുകയുള്ളൂ അവസാനം വരെയെന്ന് പറയുകയാണ്. ഞാൻ ഏത് വകയിലായിട്ട് നിൻ്റെ അമ്മയായതൊരു അമ്മ മേലെ അങ്ങനെ എന്നെ വിളിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വിഷമം വരികയാണ്. പിന്നെ അച്ഛൻ്റെ ഭാര്യ അമ്മയെന്നല്ലേ വിളിക്കേണ്ടത്, ഒരച്ഛൻ, നിൻ്റെ അച്ഛനും മോളും കളിയൊക്കെ ഞാൻ നിർത്തി തരാടി, ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. നീയുള്ള ആ വീട്ടിലോട്ട് ഞാൻ ഇനി കാലെടുത്ത് കുത്തുകയില്ല, നീ അവിടെ നിന്ന് പോകണം, അല്ലാതെ ഞാൻ അവിടെ വരത്തില്ലെന്ന് വൈജയന്തി കട്ടായമായിട്ട് എന്നെ പറയുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, എന്തിനാണ് അമ്മ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങളെയൊക്കെ സേവിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തില്ല, പക്ഷേ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാനോ നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല, അത്രയ്ക്ക് വെറുപ്പാണ് നിന്നെ എന്നൊക്കെ ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമമാണ്, കാരണം തൻ്റെ സ്വന്തം അമ്മയാണല്ലോ തന്നെ ഇഷ്ടമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നത്.
അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. അപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് എനിക്ക് കൂട്ടിരുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അലീന അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നീ ഒരു കാര്യം ഓർത്തു, നീയുള്ള ആ വീട്ടിലേക്ക് ഞാൻ മരണം വരെയും വരില്ല. നീ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മാത്രമേ എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം നേരാകാൻ പോകുന്നുള്ളൂ. അത് നീ ഓർത്തു, നീയായിട്ടൊരു കുടുംബം ഇല്ലാതാക്കുകയാണെന്നൊക്കെ വൈജയന്തി ദേഷ്യത്തിൽ അലീനയോട് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബബിത രോഹിത്തിനെ കാണാനായിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് രോഹിത്തിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിൽ തട്ടുകയാണ്. അപ്പോൾ രോഹിത്ത് കഥവ് തുറന്നു കൊടുക്കണം, നീ വരുമെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അകത്ത് കയറ്റിയിട്ട് കഥവ് കുറ്റിയിടുകയാണ്. അപ്പോൾ ഹരിയായിട്ട് എന്തിനാണ് കഥയൊക്കെ കുറ്റിയിടുന്നത്, എനിക്ക് പോകണമെന്നൊക്കെ പറയുന്നത്, ദയവ് ചെയ്ത് ആ ഫോണിലുള്ളതൊന്ന് ഡിലീറ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യാം, പക്ഷേ നീ എനിക്ക് എന്ത് തരുമെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമോ പണമൊക്കെ ഉണ്ട്, അത് തരാനേ എനിക്ക് നിവർത്തിയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അത് മാത്രം പോരാ എനിക്കെന്നുള്ള രീതിയിലൊക്കെ ഹരിശങ്കർ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്തർത്ഥം വെച്ചാണ് ഹരിയേട്ടെ പറയുന്നത്, ഞാൻ സ്വന്തം അമ്മാവിയുടെ മകളല്ലേ, അതെനിക്ക് നന്നായിട്ട് അറിയാം, നീ എൻ്റെ മുറപ്പെണ്ണാണ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാം എന്നൊക്കെ ഉള്ള രീതി സംസാരിക്കാം, എനിക്കത് ഇഷ്ടമല്ലെന്ന് ബബിത തീർത്ത് പറയുകയാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് ഹരിശങ്കർ പറയുകയാണ്. നിൻ്റെ പോക്ക് അങ്ങനെയല്ലേ, നിന്നെപ്പോലുള്ളവരൊക്കെ ആര് വിവാഹം കഴിക്കാനാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം ഹരിശങ്കറിൻ്റെ ശബ്ദത്തിലുണ്ടെന്ന് ബബിതയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അത് വെച്ച് വളരെയധികം ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹരിശങ്കർ. അപ്പോൾ ബബിത ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഹരിശങ്കറിനെ ബെഡിൽ തള്ളിയിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ രാജീവും ശിവേട്ടനും കമലും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബബിതയെ കാണുമ്പോൾ ചോദിക്കും, നീ എവിടെയാണ് ഈ ഓടിപ്പോകുന്നതെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ തൊട്ടുപിറകെ ഹരിയും വരുമായിരിക്കും. അപ്പോൾ ഹരിയോട് ചോദിക്കണം, എന്താ പ്രശ്നം നിങ്ങൾ തമ്മിലും ചോദിക്കണം. അത് എൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവൾ ഓടുകയാണ്. അപ്പോൾ അതിന് ഫോണിൽ ലോക്കില്ല, പിന്നെ നീ എന്തിനാണ് കിടന്ന് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്, എന്തായാലും ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ബബിത ആ ഫോണിനെ ഒരു അമ്മിക്കല്ലിട്ട് ഇടിച്ച് നശിപ്പിച്ച് തവിട് പൊടിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഹരി അന്താളിക്കുകയാണ്, ഈശ്വര ഇതെന്ത് പറ്റി, ഇവിടെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹരിശങ്കറിന് ഒന്നും ഒച്ച ഉയർത്താനും പറ്റുന്നില്ല, കാരണം തൊട്ടടുത്ത് അമ്മയും അച്ഛനും കൊച്ചനൊക്കെ ഇരിക്കുകയാണല്ലോ. എന്നിട്ട് നീ എന്തോടെ എന്നെ പറ്റി കരുതിയെന്ന് ബബിത പറയുകയാണ്. അപ്പോൾ നിനക്ക് എന്നെ വിലപേശാൻ പറ്റില്ലടാ, അപ്പോൾ നീ കയറി വാടാ, നീ എന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ എന്നുള്ള ഒരു രുദ്രഭാവത്തിൽ നമ്മുടെ ബബിത നിൽക്കുകയാണ്. എന്നിട്ട് ബബിത പൊട്ടിയ കഷ്ണങ്ങളെല്ലാം, ഫോണിൻ്റെ പീസസ് എല്ലാം എടുത്തിട്ട് അവിടെ കുറച്ച് സോപ്പ് വെള്ളം കലക്കി വെച്ചേക്ക് അതിലോട്ട് എടുത്തിടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഹരിശങ്കറിനൊന്നും പ്രതികരിക്കാതെ ഉയരോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവരൊക്കെ ചോദിക്കുകയാണ്, എടാ ഫോൺ കിട്ടിയോ, നിനക്ക് എന്താ പറ്റിയോ, ഇനി കിട്ടിയില്ല, എന്താ പ്രശ്നമെന്നൊക്കെ പറയാനായിട്ട് രാജീവ് പറയണം. ഒരു പ്രശ്നമില്ല കൊച്ചുചാൻ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ ബബിത അവിടെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ബബിതയോട് ചോദിക്കുകയാണ്, മോളെ എന്താണ് പ്രശ്നമേ, ഒന്നുമില്ല കൊച്ചുചാന്ന് പറഞ്ഞിട്ട് ബബിതയും പോവുകയാണ്. അത് കഴിഞ്ഞ് രാജീവും കമലയും ശിവേട്ടൻ എല്ലാം കൊണ്ട് ചില തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇവരിവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്ന അപകടമാണ്, അപ്പോൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവരങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് പറയുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട്. അവിടെ അലീന ഉണ്ടല്ലോ, അവൾ നോക്കിക്കൊള്ളുമെന്ന് പറയുകയാണ്. അപ്പോൾ ശിവേട്ടനോട് ചോദിക്കുകയാണ്, ശിവേട്ടൻ കൊണ്ടാക്കും, ഞാൻ എങ്ങനെയാണ് കൊണ്ടാക്കണത്, അവരെന്ത് വിചാരിക്കില്ല കുട്ടികൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, കമലേട്ടത്തി കൊണ്ടുപോകും, പിന്നെ ഞാൻ കൊണ്ടാക്കാൻ പോകണു, ഈ ജന്മം ഞാൻ വീട്ടിൽ കാല് കുത്തില്ല, എന്നെ തുറപ്പെടുത്ത് അടിച്ച് അവൻ്റെ വീടാണ്, ഞാൻ ഈ ജന്മം പോവില്ല എന്നൊക്കെ കമല പറയുകയാണ്. അപ്പോൾ കമലേട്ടത്തി അവരുടെ ജീവിതം നശിച്ചാൽ മതിയെന്നാണ്, അവരുടെ ജീവിതം നശിക്കണമെന്ന് നശിക്കട്ടെ, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കുഴപ്പമില്ല, അതിന് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കമല കയറി പോവുകയാണ്. അപ്പോൾ രാജീവ് പറയുകയാണ്, കണ്ടോ ഏട്ടത്തിയുടെ ഭാവം കണ്ടോ, അവർ നശിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും, നമ്മുടെ സഹോദരിയുടെ മക്കളാണ്. അപ്പോൾ ശിവേട്ട് എന്തെങ്കിലും തീരുമാനം എടുത്ത് അവരെത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് ബാലചന്ദ്രൻ്റെ അടുത്ത് കടപ്പാട്ടൂരോട്ട് കൊണ്ടാക്കുക, അവിടെ ചെല്ലുമ്പോൾ അലീന എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളുമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ ശിവേട്ടന് നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്